നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുന്ന ടോട്ടൽ ബില്ല്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് കേട്ടോ ഇന്ന്. നമ്മൾ അങ്ങനെ ഡിസ്ചാർജ് ആയിരിക്കുകയാണ് ആദിക്കുട്ടൻ. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഈ കൂടുതൽ പറയാനുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലെ ബില്ല് എത്രയായി എന്നുള്ളത് ഈ 5 ദിവസം കൊണ്ട് നമുക്കായ ബില്ല് പറയാം. അതുപോലെ തന്നെ 6ാമത്തെ ദിവസമാണ്, പക്ഷെ 5 ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ 2ാം തവണ ഞാൻ പോയി ഇന്നും ഡോക്ടറെ കണ്ടു. ഇത് കണ്ടോ, ഇതേണ്ട എന്റെ കയ്യിൽ കെട്ടിയേക്കുന്നു. ഇന്ന് എന്റെ കൈയുടെ ഇവിടെ ഒരു മസിൽ കയറിയ പോലെ ഭയങ്കര വേദന. ഇവിടെ ഈ കൈയുടെ ഒരു ഞരമ്പ് തടിച്ചു വന്നിട്ട് ഭയങ്കര വേദന. ഇന്നലെ രാത്രി തുടങ്ങിയതാണ്. വേദന മാറുമെന്ന് വിചാരിച്ചു, മാറുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ട് വേറെ ഒന്നും മേടിച്ചില്ല. ഒരു പെയിൻ കില്ലർ, 2 പെയിൻ കില്ലർ മാത്രം വാങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, അത് മാത്രം മതി, എനിക്ക് വേദന കുറഞ്ഞാൽ മതി. വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം പോകേണ്ടതാണ്, ഇടുക്കി വരെ പോകേണ്ടതാണ്, 100 കിലോമീറ്റർ മേളിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി മാത്രം താൽക്കാലികമായിട്ടുള്ള ആശ്വാസത്തിന് വേണ്ടി മരുന്ന് മേടിച്ചതാണ്. വേദന ചിലപ്പോൾ ആ വേദനയുടെ ഗുളികയിൽ അങ്ങ് പോകും. പിന്നെ അതിന്റെ വിഷമാണ്. ക്യാനിലൂരിപ്പോ അത് തരിയാലെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കി. അതെ അതെ, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ആക്റ്റീവ് ആകും. പാക്കപ്പ് ഒക്കെ ചെയ്തു. പിന്നെ അതുകൊണ്ട് സാധനം ബാക്കി ഇതിനകത്തുള്ളത് കഴുകാനുള്ളല്ലേ? പിന്നെ നമ്മളെ ഇന്ന് കാണാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദിക്കുട്ടനും അന്നക്കുട്ടിക്കും ആവക്കുട്ടിക്കും വേണ്ടിട്ട് ഡ്രസ്സ് മേടിച്ചു. അതെ, ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട്. അതൊക്കെ ഡ്രസ്സുകളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം. അതെ അതെ, ഡ്രസ്സും പിന്നെ ആദിക്കുട്ടന്റെ പഴയ മെഡിസിൻസും ഇപ്പൊ ഇവിടുന്ന് തന്ന മെഡിസിൻസും ഒക്കെയാണ് ഇതിനുള്ളിലുള്ളത്. വലിയ ബാഗിനകത്ത് അല്ലേ? അപ്പൊ ഇനി ഉപയോഗിക്കാത്ത ഡ്രസ്സുകളും. അതെ, പിന്നെ നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അതെ, നമ്മുടെ റൂമിനോട് നമ്മൾ വിട പറയുകയാണ്. നമ്മുടെ അടിപൊളി ഒരു റൂമൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി റൂമെന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഇതുണ്ട്. ഇവിടെ ഇനിയും സ്പേസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും സ്പേസ്. നമ്മുടെ റൂമും കാര്യങ്ങളും ഒന്നും കാണിച്ചൊന്നുമില്ലായിരുന്നു വീഡിയോയിൽ. അതുപോലെ ഭയങ്കര ഒരു ബാത്റൂമും എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള അടിപൊളി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അടിപൊളി ഒരു റൂമും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റും കാര്യങ്ങളും എത്രയാണെന്ന് നമ്മൾ പറയാം. ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ ഉണ്ട്. ഫുഡിന്റെ റേറ്റ് നമ്മുടെ ബില്ലിന്റെ കൂടെ തന്നെയാണ് വരുന്നത്. ഇത്രയും ദിവസം കഴിച്ച ഫുഡിന്റെ. അതെ, നമ്മളിവിടെ വന്നേ പിന്നെ 1 രൂപ ടവല്, അതുപോലെ പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ഷാമ്പു, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ 2 കുപ്പി വെള്ളം വരെ ഒരു ഹോട്ടൽ റൂം എടുക്കുന്നുണ്ട്. അതേ ഇരിക്കുന്നത് അത് നമ്മൾ നിറച്ചു വെച്ചേക്കുന്നതാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കുടിക്കാനും ഇങ്ങനെ അപ്പിയിട്ട കഴുകാനും 2 ഗ്ലാസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ചെയറ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ സാധനങ്ങളും അല്ല അടിപൊളി ഫെസിലിറ്റീസ് ആണ്. അതുപോലെ കബോർഡ് ഉണ്ട്. എല്ലാം ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എല്ലാം അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ഇനി ഇവിടുത്തെ റേറ്റ് എത്രയാണ് ബില്ല്? കാരണം അതിനുള്ള ഫെസിലിറ്റീസ് അവർ തരുന്നുണ്ട്, തന്നിട്ടാണ് ഹൈ ആവുന്നത്. നമ്മളല്ലാണ്ട് ഒരിക്കലും അത് കുറ്റം പറയാൻ പറ്റത്തില്ല, കുറ്റമായിട്ട് പറയുന്നില്ല. കാരണം ഇതിനുള്ള ഫെസിലിറ്റീസ്, അതിൽ കൂടുതൽ ഫെസിലിറ്റീസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഡോക്ടർമാര്, നഴ്സുമാര്, സ്റ്റാഫ് എല്ലാം അടിപൊളി. അതായത് വെയിറ്റർമാര്, ക്ലീനർമാര്, ആരെയും കുറ്റം പറയാൻ. ഫുഡായാലും കറക്റ്റ് സമയത്ത് വിളിച്ച് പറഞ്ഞൊരു 10-15 മിനിറ്റിനുള്ളിൽ എത്തുന്നുണ്ട്. അത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ കയറി വരുന്നുണ്ട്. അതാ പറഞ്ഞേ, നഴ്സിംഗ് സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കാൻ അതിന് സെപ്പറേറ്റ് ആള്, ഫുഡിന്റെ കാര്യത്തിൽ ചോദിക്കാൻ ആള്, ക്ലീനിങ്ങിന്റെ കാര്യത്തിൽ ചോദിക്കാൻ ആള്, ടോട്ടൽ മൊത്തത്തിൽ ചോദിക്കാൻ ആള്, ഓരോ കാര്യങ്ങൾക്കും ചോദിക്കാൻ വേണ്ടി ആൾക്കാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒന്നിനും ഒരു കുറവും പറയാനില്ല. എന്തെങ്കിലും കുറവ് പറഞ്ഞാൽ തന്നെ അവരത് കുറവെന്ന് പരിഹരിച്ച് തരും, ഉണ്ടെങ്കിൽ പരിഹരിച്ച് തരും. നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല, ഒരു കാര്യവും പറയേണ്ടി വന്നിട്ടില്ല. എല്ലാം ഇങ്ങോട്ട് നിന്ന് അവർ ചോദിച്ച് കണ്ടറിഞ്ഞ് എല്ലാം ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ പറയുമ്പോൾ അതുകൂടെ പറയണല്ലോ, ഇവിടുത്തെ സ്റ്റാഫിന്റെ ആ ഒരു ഇടപെടൽ എങ്ങനെ ഉണ്ടാവും. കാരണം പല ഹോസ്പിറ്റലുകളിലും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മള് പല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ പല ഇടങ്ങളിൽ പോയിട്ടുണ്ട്. നമ്മൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടെ നോക്കിയിട്ട് ഇത്രയും നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത ഒരു ഹോസ്പിറ്റൽ ഇതിനു മുമ്പ് നമ്മൾ പോയ മുതലക്കോട് നല്ല അടിപൊളിയായിരുന്നു. നല്ല സ്റ്റാഫിന്റെ നല്ല അടിപൊളി ഇടപെടലായിരുന്നു. മറ്റേത് ചിലടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേണമെന്ന അല്ലെങ്കിൽ നമ്മളെ ഭരിക്കാൻ വരുന്ന ഭയങ്കര ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒരു അനുഭവം മോശമായ അനുഭവം. കാരണം ഇവിടെയുള്ളവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സുമാരും സ്റ്റാഫും ഒക്കെയാണ്. എന്നിട്ടും അവർ അങ്ങനത്തെ ഒരു രീതിയിലുള്ള അല്ലേ തന്നെ അവർക്ക് പേഷ്യന്റിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു കൃത്യമായ കാര്യങ്ങൾ അറിയാം. അതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടാവാം. എന്തായാലും അത് അടിപൊളിയായിരുന്നു, നീറ്റായിരുന്നു എല്ലാ കാര്യങ്ങളും. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ ഒക്കെ ആ ഒരു എന്താ പറയുക, ഒരു താഴ്മ, എളിമയുള്ള ഡോക്ടർമാർ, അത്രയും എളിമയുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിട്ട് പോലും. അതെ അതെ അതെ, ഡോക്ടർ നല്ല സൂപ്പർ ഡോക്ടറായിരുന്നു. ബേബി എന്നാണ് ഡോക്ടറിന്റെ പേര്. നമ്മുടെ ബേബി ജോൺ എന്നാണ് പറഞ്ഞ ഡോക്ടറാണ് നമ്മൾ കണ്ടത്. ഫോൺ വരുന്നുണ്ട്, ഒന്ന് എടുത്തോട്ടെ.
എല്ലാ കാര്യങ്ങളും അവർ വിളിച്ച് നമ്മളോട് ഇങ്ങോട്ട് ഇൻഫോം ചെയ്യും കേട്ടോ. ഹലോ, കോള് വന്ന നമ്മുടെ സാധനങ്ങളും ഉണ്ടാകും ട്രോൾ ചെയ്യാനുള്ള വേണമെന്നൊക്കെ. എന്താ നോക്കട്ടെ, എന്താന്ന് കേട്ടിട്ട് പറയാൻ കേട്ടോ. പാവം പെട്ടെന്ന് കരഞ്ഞു പെട്ടെന്ന് കരുതിട്ട് പോയി. ഒരു മിനിറ്റ്, നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുക്കട്ടെ. എടുത്തോളം അത് 6-ാം തീയതി ഒരു ദിവസം മാറ്റിയെടുക്കാൻ പറയാവോ? അതെ, മുന്നോട്ട് മൺഡേയിലേക്ക് തരാൻ പറ്റുമോ? എന്നുവെച്ചാല് 6-ാം തീയതി ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞു കേട്ടോ. പറയാം, എല്ലാം പറയാം. ഒരു മിനിറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോള് വന്നാണ്. എന്നാ പറഞ്ഞത് കോളിന്? അതായത് നമ്മുടെ ഇപ്പൊ മറ്റേ ബേബി സാറിനും പിന്നെ നമുക്ക് ENT കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. ENTന് 3 ആഴ്ച കഴിഞ്ഞിട്ടും ബേബി സാറിന് 5 ദിവസം കഴിഞ്ഞിട്ടോ കാണിക്കാൻ പറഞ്ഞേ. 5-ാമത്തെ ദിവസം എന്ന് പറയുന്നത് 6-ാം തീയതി വരുന്നത്. 6-ാം തീയതി നമുക്ക് ആദ്യക്കുട്ടിന് അന്നക്കുട്ടിക്ക് വാക്സിനേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ശനിയാഴ്ച ആയിരുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി മേടിച്ചിട്ടുണ്ട്. 11:30-ക്കാണ് നമ്മുടെ അപ്പോയിന്റ്മെന്റ് വരുന്നത്. പിന്നെ മറ്റേ ENTയുടെ അപ്പോയിന്റ്മെന്റും എടുത്തിട്ടുണ്ട്. അത് 22-ാം തീയതി 11:30-ക്കാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. മെഡിസിൻസ് ഒക്കെ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചു. വീൽ ചെയർ വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വീൽ ചെയർ വേണ്ട, സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രോളി പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ തന്നെ വരും. അതെ, അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ആരാന്നുള്ളത് പറയാം. ബേബി ജോൺ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. സൂപ്പർ, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ആ ഒരു തങ്കപ്പെട്ട മനുഷ്യൻ. അത് ആ ഇടപെടൽ അത്രയ്ക്കും എന്തൊരു, അത് നമുക്ക് പറയാം. ഞാൻ ഇതുപോലെ നല്ല എളിമയോടെ ഇടപെടുന്ന ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇത്രയും അതെ നല്ലൊരു മനുഷ്യൻ. അപ്പോൾ അതുപോലെ വിശദമായിട്ട് നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാം നമ്മളെ സാഹചര്യം അറിഞ്ഞ് പെരുമാറുന്നൊരു ഡോക്ടർ. അപ്പോൾ അടിപൊളി ഡോക്ടറാണ്. അപ്പം എല്ലാ ഡോക്ടർമാരും നല്ലതായിരിക്കും. നമ്മൾക്ക് ഇപ്പം അറിയാവുന്ന ഡോക്ടറെ കുറിച്ച്. അതെ, ഇനി നമുക്ക് ബില്ല് ഡിസ്ചാർജ് സമ്മറി ഉണ്ട്, കുറേ പേപ്പർ ഉണ്ട് കേട്ടോ, ഒരുപാട് സാധനമുണ്ട്. ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടും CT സ്കാനിന്റെ റിപ്പോർട്ടും എല്ലാം ഉണ്ട്. അതെ അല്ലേ, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ബില്ലിലേക്ക് കിടക്കാം. ബില്ലിലേക്ക് കിടക്കുമ്പോൾ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ ബില്ല് ഞാൻ പറയാം. അപ്പം ഇതാണ് നമ്മുടെ ബില്ല്. നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുന്ന ടോട്ടൽ ബില്ല് അതെ കാണിച്ചോളൂ. കണ്ടോ, 98,423 രൂപയാണ് 40 പൈസ. 98,423 രൂപ. അതായത് 1 ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു കുറവ്. ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകൂടെ നിങ്ങൾ പറയുകയാണ്, നമ്മൾ ബില്ല് കൂടുതലാണ് എന്നല്ല പറയാൻ പോകുന്നത്. എല്ലാവർക്കും ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. കാരണം അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും കൂടിപ്പോയിന്നോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അതിനുള്ള ഫെസിലിറ്റീസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആരും വിചാരിക്കും ഒരു പനിക്ക് വന്നിട്ടാണോ എന്ന് ചോദിക്കും. പനിക്ക് വന്നതിന്റെ അല്ല, അവൻ ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു. ടെസ്റ്റിന് തന്നെ 32,000 സംതിങ് ആയിട്ടുണ്ട്. 32,848 രൂപയായിട്ട് ടെസ്റ്റിന് തന്നെ. അതുപോലെ തന്നെ ഒരു ഡോക്ടർ അല്ല നോക്കിയത്, ഒരുപാട് ഡോക്ടർമാർ മാറി നോക്കി. അതിന്റെ എല്ലാം ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. കൺസൾട്ടേഷൻ ഫീസ് ആയിട്ട് വന്നിരിക്കുന്ന 5,100 രൂപ. റൂം റെന്റ് 10,000 രൂപ ആയുള്ളൂ. ഞാൻ വിചാരിച്ചത് 3,000, ഞങ്ങൾ വിചാരിച്ചത് 3,500 റൂമിനെന്നാണ് വിചാരിച്ചിരുന്നത്. ഇവള് പറഞ്ഞ താഴെ കണ്ട് നോക്കിയപ്പോൾ അങ്ങനെ കണ്ടിരുന്നു പറഞ്ഞു. പക്ഷെ ബില്ലിൽ വന്നപ്പോൾ 10,000 രൂപയാണ് 5 ദിവസത്തേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നഴ്സിംഗ് ചാർജ് വന്നിരിക്കുന്നത് 10,000 രൂപയാണ്. ലബോറട്ടറി സർവീസ് നമ്മൾ പറഞ്ഞു 32,848 രൂപ. റേഡിയോളജി സർവീസിൽ അതായത് CT സ്കാൻ ചെയ്തത് ഇവന്റെ CTയും പിന്നെ എക്സ്റേ എടുത്തിട്ടുണ്ടല്ലേ, അത് 7,931 രൂപ അത് വന്നിട്ടുണ്ട്. പിന്നെ ക്ലിനിക്കൽ സപ്പോർട്ട് ആൻഡ് സർവീസ് വന്നിരിക്കുന്നത് 3,915 രൂപ. അതർ ചാർജ് വന്നിരിക്കുന്നത് 1,250 രൂപ. മെഡിസിൻസ് വന്നിരിക്കുന്നത് 6,100. അതായത് ഇപ്പോഴത്തെ ഡിസ്ചാർജ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിൻസ് വന്നിരിക്കുന്നത് 6,195 രൂപ. ജനറൽ ആയിട്ടുള്ള ഒരു 54 രൂപ വന്നിരിക്കുന്നു. പിന്നെ സർജിക്കൽ, അതായത് ഇവിടെ ഉപയോഗിച്ച മെഡിസിൻസിന്റെ ചാർജ് 13,753. ഇഞ്ചക്ഷൻസിന്റെയും കാനുലയുടെയും സിറിഞ്ചസിന്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട്. പിന്നെ ഫുഡ് ആൻഡ് ബിവറേജ്, നമ്മൾ കഴിച്ച ഫുഡ് 3,316 രൂപയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പോയിന്റ് ഓഫ് കേസ് ടെസ്റ്റ് 4,060 രൂപ. അതിനിടയ്ക്ക് നമ്മുടെ ട്രോളി എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രോളി കൊണ്ടു തന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ട്രോളി തന്നിട്ടുണ്ട്, അവിടെ കൊണ്ടുപോയി തരും. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പോകാനുള്ള വീൽ ചെയർ വേണമെങ്കിൽ അതും അതുപോലെ തന്നെ ഇതെല്ലാം അവിടെ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു നമ്മുടെ വണ്ടിയിലെടുത്ത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞത് 4,060 രൂപയാണ് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റുകൾ. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ടോട്ടലാണ് 98,423 രൂപ വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബില്ല് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും ഒരു പനിയും കൊണ്ട് വരുമ്പോൾ. കാരണം പലർക്കും പല ടെസ്റ്റുകളും പല മെഡിസിൻസും. നമ്മൾ പനി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ താഴെ ഒരു ഏകദേശം വന്ന ഒരു 30,000 രൂപ താഴെയാണ് അവർ കണക്ക് കൂട്ടിയിരുന്നത്. കാരണം അതാണ് മിക്ക ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ അടുത്തുള്ളതൊക്കെ പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഏതാണ്ട് ഒരു 25-30 ആ ലെവലിലാണ്. അതിവിടെ അതൊക്കെ തന്നെ വരുള്ളൂ. പക്ഷെ നമ്മൾ എക്സ്ട്രാ ഓരോ കാര്യങ്ങളും എന്താ പറയുക, അവന്റെ ബുദ്ധിമുട്ടുകൾക്ക് അനുസരിച്ചുള്ള ഓരോ ടെസ്റ്റുകൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള മാറ്റമാണ് ഈ വന്നിരിക്കുന്നത് കേട്ടോ. അല്ലാതെ പനിയും കൊണ്ട് വന്നതിന്റെ മാറ്റമല്ല. അവന് പനിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പോകുന്ന ചുമയുണ്ടായിരുന്നു, അതുപോലെ ശ്വാസം മുട്ടലിനും കഫക്കെട്ടിനും, അതുപോലെ വേറെ കുറെ എക്സ്റേയും, അതുപോലെ പല ഡോക്ടർമാരെടുത്തും മെഡിസിൻസ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം കൂടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ ഓർത്തുകൊണ്ടിരുന്ന റൂമിന് ഇതിൽ കൂടുതലാകുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ റൂമിന് അത്ര ആയിട്ടില്ല. മുകളിലേക്കായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ ഇവര് ഈ വീഡിയോ കാണുന്നവര് പറയും, അടുത്ത പ്രാവശ്യം നീ ഇങ്ങോട്ട് വാ, ഒന്നിന് മേളിൽ തരാം. അങ്ങനല്ലേ? അതെ അതെ, ഒരിക്കലും നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ഇടവരുത്താതിരിക്കണമേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എപ്പോഴും ഉള്ളൂ. പിന്നെ വന്നാൽ നമുക്ക് എന്താണോ നമ്മൾ വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 2ാമത്തെ തവണയാണ് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പോയി ഡോക്ടറെ കാണുന്നത്. അതിന്റെ ഇതൊന്നും നമ്മുടെ ഇതിനകത്തില്ല. കഴിഞ്ഞ ദിവസം പോയതും ചെറിയ ചെറിയ ബില്ലുകൾ, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതും അപ്പോയിന്റ്മെന്റ് എടുക്കുന്നതിനായിട്ട് 300 രൂപയാകും. പിന്നെ പുതിയ ചീട്ടാണെങ്കിൽ 350 രൂപയും ആവും. പിന്നെ 2ാമത് ഇപ്പോൾ പോയി ഞാൻ ആ ഡോക്ടറെ തന്നെ വിസിറ്റ് ചെയ്തു. അതുകൊണ്ട് ആ പ്രത്യേകിച്ച് ചാർജ് കൊടുക്കേണ്ടി വന്നില്ല. മെഡിസിന്റെ മരുന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് പെയിൻ കില്ലർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. എന്നിട്ട് എനിക്ക് വേദന കുറഞ്ഞിട്ടില്ല. ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ അടുത്ത് ആകാറായി. എന്നിട്ടും നല്ല വേദനയാണ്. എനിക്ക് ഈ കൈ ആയതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നിൽക്കുക. അപ്പൊ ആദ്യക്കുട്ടനെ ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഞങ്ങള് രാജഗിരി ഹോസ്പിറ്റലിനോട് വിട പറയുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഇതിൽ എത്ര രൂപ ഇൻഷുറൻസിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അതായത് ഇവിടെ ഇൻഷുറൻസ്, നമ്മളുടെ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് ഡിസ്ചാർജ് ആയി ബില്ലായി ഇൻഷുറൻസിന്റെ ക്ലെയിം വന്നാൽ ആ സ്പോട്ടിൽ നമുക്ക് വീട്ടിൽ പോകാം. ഇൻഷുറൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അതിന്റെ കാരണമുണ്ട് കേട്ടോ. അപ്പം കുറെ ഇൻഷുറൻസിന്റെ ക്ലെയിം ഒക്കെ വന്ന് ഡിസ്ചാർജ് ആകുമ്പോഴേക്ക് ഏകദേശം 2-3-4 മണിക്കൂർ എടുക്കും ഇൻഷുറൻസിന്റെ ഇത് പോയി റെഡിയായി വരാനായിട്ട്. അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു സംഭവം ഇവിടെ ഇല്ല. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ആപ്ലിക്കേഷൻ, ഒരു ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ നമ്മളെ കൊണ്ടെടുപ്പിക്കും. അവര് നമുക്ക് പേയ്മെന്റ് ആദ്യം തന്നെ നമുക്ക് പേയ്മെന്റ് തരും. ആ പേയ്മെന്റ് 1 ലക്ഷം രൂപയാണ് എനിക്ക് അനുവദിച്ചിരുന്നത്. അതായത് എന്റെ സിവിൽ സ്കോർ ഒക്കെ നോക്കിയിട്ട് 1 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു. ആ 1 ലക്ഷം രൂപ 1 ലക്ഷത്തിന് മേളിൽ പോയി ചിലപ്പോൾ ബില്ല് അടയ്ക്കേണ്ടി വരും. എനിക്ക് അറിയില്ല, എനിക്ക് കുറച്ച് വരാത്തത് കൊണ്ട്. അപ്പോ അതിൽ 98,000 സംതിങ് വന്നതുകൊണ്ട് അവരതിന് അന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് പേ ചെയ്തു. ഇൻഷുറൻസ് വന്നു കഴിയുമ്പോൾ അവരാണ് ഈ ഓൾഡനിലേക്കാണ് പൊക്കോളൂ. ഇൻഷുറൻസ് വന്നു കഴിയുമ്പോൾ ആ വരുന്ന പേയ്മെന്റ് ഓൾഡനിലേക്ക് പോകും. അപ്പോ ഈ 98,000 എത്ര രൂപയാണോ ഇൻഷുറൻസുകാർ അനുവദിക്കുന്നത് അതിന്റെ ബാക്കി പൈസ നമ്മള് 7 ദിവസത്തിനുള്ളിൽ അടച്ചാൽ മതി. അതെ, പേ ചെയ്യണം. 7 ഡേയ്സിനുള്ളിൽ പേ ചെയ്തില്ലെങ്കിൽ ചെറിയ ഇൻട്രസ്റ്റ് വരും. അതുപോലെ തന്നെ 500 രൂപ ഫൈനും വരും. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോ അതാ ഒരു സംഭവം കണ്ടുട്ടോ. ഇന്ന് December 1 നമ്മള് ഓർത്ത് തന്നെ അന്നേരമാണ്. അതെ, ദാണ്ടേ നക്ഷത്രം നോക്കുന്നത് കേട്ടോ. ആ ബിൽഡിങ്ങിന്റെ വലിയ ബിൽഡിങ്ങിന് വേണ്ടി ഇത്ര ഉള്ളതല്ലേ. ഒരാളൊന്നും അല്ല, ഒരാളുടെ വലിപ്പം അല്ലേ നക്ഷത്രത്തിന് നോക്കി സൂം ചെയ്തപ്പോഴേ 2 വലിപ്പമുണ്ട്. അതെ അതെ അതെ, ഇവിടെ എത്ര അല്ലേന്ന് നമ്മൾ സൂം ചെയ്തെടുത്താണ്. കാരണം ആ ഇത്രയും ഒരു 10 നിലയുള്ള ബിൽഡിങ്ങിന്റെ മണ്ടയിലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ബിൽഡിങ്ങിനേക്കാൾ ഒത്തിരി ഹൈറ്റിൽ ആ ബിൽഡിംഗ് നിൽക്കുന്നത്. അപ്പൊ ആ ബിൽഡിങ്ങിന്റെ മണ്ടയിൽ, അതെ നമ്മൾ 5ാമത്തെ നിലയിലാണ്. അതാവുന്ന ഒരു 10 നിലയുടെ മണ്ടയിലാണെന്ന് തോന്നുന്നത്. ഏറ്റവും ടോപ്പിലാണ് ഇടിക്കാന്തം ഉണ്ടോ അവിടെ ഇരിക്കുന്ന ഇടിക്കാന്തം. ഇത് കണ്ടോ, ഗൾഫിനൊക്കെ പോകുന്ന ഞാനത് ഗൾഫിൽ പോവാട്ടോ. അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും അതെ. അപ്പൊ ഈ പ്രാവശ്യം പോകുന്നത് അമേരിക്കക്കാണ്. ആണോ? എന്നാ പൊക്കോ, വിട്ടോ. കൊച്ചിനെ എടുത്തോ? കൊച്ചിനെ ഞാൻ എടുത്തോളാം. ഓക്കെ. ഇരുത്തൊന്നും വേണ്ട, പൊക്കോ, ഞാൻ എടുത്തോളാം. ബൈ. ഉരുണ്ട് വീഴും അവിടെ നിന്ന്, ഞാൻ എടുക്കാം. ഇത് ഇവിടുത്തെ ചാപ്പലാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ചാപ്പലാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അതിനകത്ത് തന്നെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറാണ്. അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. അത്രയും നല്ല മനോഹരമായിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാനും. അപ്പോൾ വരുന്നവരൊക്കെ ഇവിടെയും കൂടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോകാനായിട്ട് മറക്കരുത് കേട്ടോ.
അപ്പോഴെന്തായാലും നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.